ഇപ്പോൾ ഡോക്ടർ ഫസൽ ഗഫൂർ ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ഡോക്ടർ ഫസൽ ഗഫൂർ, വെള്ളാപ്പള്ളി എന്താണ് ഇങ്ങനെ എപ്പോഴും ഈ രീതിയിലുള്ള പരാമർശങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? അതും അദ്ദേഹം മലപ്പുറത്തിനെതിരെയുള്ള പരാമർശം, മുസ്ലിം വിഭാഗങ്ങൾക്കെതിരെയുള്ള പരാമർശം, ഇങ്ങനെ തന്നെ അദ്ദേഹം അത് എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ഒരു വേള CPM അദ്ദേഹത്തെ സംരക്ഷിച്ച് നിർത്തിയിരുന്നു, ഇത് മുസ്ലിം ലീഗിനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശമാണ് എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ഇനിയും അത് സാധ്യമാണോ? വെള്ളാപ്പള്ളി കൃത്യമായിട്ടും മലപ്പുറത്തിനെതിരെയും മുസ്ലിങ്ങൾക്കെതിരെയുമാണ് പറയുന്നത്. ഇത് മഞ്ജുഷേ, തലക്ക് വട്ടുള്ള ഒരാളെ പറ്റി നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്യാനാണ്? പക്ഷെ എന്നാൽ കൂടി തങ്ങൾ മഞ്ജുഷ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാം. അത് ആദ്യം തന്നെ അതിന് സ്ഥിതിവിവര കണക്കുകൾ പരിശോധിക്കണം. നമുക്ക് ഇവിടെ ഒരു ഹോട്ടൽ നോമ്പ് കാലത്ത് തുറക്കണില്ല എന്ന് പറഞ്ഞാൽ ശുദ്ധ നുണയാണ്. ഇഷ്ടംപോലെ ഹോട്ടലുകൾ ഇവിടെ തുറക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ മെഡിക്കൽ കോളേജിലാണ് ഇരിക്കുന്നത്. മെഡിക്കൽ കോളേജിലെ ക്യാൻറ്റീനും മെഡിക്കൽ കോളേജിന് പുറത്തുള്ള ഹോട്ടലുകളും ഒക്കെ ഇവിടെ തുറന്നിരിക്കുന്നുണ്ട്. അത് വളരെ തെറ്റായിട്ടുള്ള നിഗമനമാണ്. അതായത് ഇവിടെ എല്ലാ കച്ചവടങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ ഹോട്ടലുകൾ തുറക്കാതിരിക്കുന്നുണ്ട്. അത് ഞാൻ അംഗീകരിക്കുന്നുണ്ട്. അവിടെ ഭക്ഷണം കിട്ടാതെ ഇവിടുത്തുള്ള മറ്റുള്ളവരെല്ലാവരും പട്ടിണി കിടക്കുകയെന്ന് പറഞ്ഞാൽ നോമ്പ് പിടിക്കാത്ത മുസ്ലിമും പട്ടിണി കിടക്കൂലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ മനസ്സിലായോ? അപ്പൊ രണ്ടാമത്തെ കാര്യം, പിന്നെ ഇവിടെ എല്ലാ കാര്യങ്ങളും ഒന്നാമത് തന്നെ മലപ്പുറത്തെ പറ്റിയിട്ട് അഭിപ്രായം പറയുന്നത് മലപ്പുറത്തുള്ള ഹിന്ദുക്കളാണ് അഭിപ്രായം പറയുന്നത്. അല്ലാതെ അവിടെ ചേർത്തലയിലിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനായിട്ട് അഭിപ്രായം പറയുന്നത്. ഇവിടെ എന്താണ് നടക്കുന്നത്, ഇവിടെ എല്ലാം തീരുമാനിക്കുന്നത് അങ്ങനെയാണ് എങ്ങനെയാണെന്നുള്ളത്. അവിടെ അങ്ങനെയാണ് എങ്ങനെയാണെന്നുള്ള തീരുമാനിക്കുന്നത് DCC പ്രസിഡന്റ് ജോയ് ആണ്. മനസ്സിലല്ലേ? പൊന്നാണി വിട്ടിട്ട് ഒരുപാട് നിയോജക മണ്ഡലങ്ങളിൽ ഇപ്പൊ നന്ദകുമാറാണ് പൊന്നാണിയിലെ MLA. ഇതൊക്കെ നമ്മൾ വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെയാണെങ്കിൽ വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയേണ്ടതല്ലേ ഇവരെല്ലാം? CPM പക്ഷേ മുൻപ് വെള്ളാപ്പള്ളി ഏതാണ്ട് ഇതേ രീതിയിൽ തന്നെ പരാമർശം നടത്തിയപ്പോൾ ഇവിടെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായി വൈകാതെ കേരളം പോകും, ഈഴവർ ഒന്നിച്ചാൽ അത് തടയാൻ കഴിയുമെന്നൊക്കെ വെള്ളാപ്പള്ളി പറഞ്ഞപ്പോൾ അവിടെയൊക്കെ മുസ്ലിം ലീഗിനെതിരെയാണ് വെള്ളാപ്പള്ളി പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തൊട്ടടുത്ത ദിവസം തന്നെ വെള്ളാപ്പള്ളിയുമായി വേദി പങ്കിടുകയും അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തത് നമ്മളിവിടെ കണ്ടതാണ്, മുഖ്യമന്ത്രി പോലും. അത് എന്റെ അഭിപ്രായത്തിൽ അത് വളരെ നയം ശരിയല്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളാപ്പള്ളി നടേശന്റെ കൂടെ ആരെങ്കിലും നടക്കുകയാണെങ്കിൽ അവസാനം അയാൾ കൂടും മാത്രമേ ഉള്ളൂ. കാരണം അത്രയും ബുദ്ധിത്തരല്ലാതെ അയാളെ വായന വരില്ല. രണ്ടാമത്തുള്ള കാര്യം, ഒരിക്കലും ഒരു അഡ്വർടൈസ്മെന്റ് പ്രൊഡ്യൂസ് ചെയ്തത്, അതായത് മറ്റുള്ള ചില കോളേജുകളും മലപ്പുറത്ത് ഇവർക്ക് കോളേജ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതിപ്പോ MESനെ സംബന്ധിച്ചിടത്തോളം MESന് എയ്ഡഡ് കോളേജ് ഇല്ലല്ലോ. തെക്കൻ കേരളയിൽ ഒരൊറ്റ എയ്ഡഡ് കോളേജേ ഉള്ളൂ. MESന്റെ കോളേജുകൾ വടക്കൻ കേരളയിലാണ്. എന്താ വെച്ചാൽ അവിടെ മുസ്ലിങ്ങൾ കൂടുതലാണ്. തെക്കൻ കേരളയിൽ ഇതര സമുദായങ്ങളാണ് കൂടുതൽ. അതുകൊണ്ട് അവരുടെ കോളേജുകളായിരിക്കും കൂടുതൽ ഉണ്ടാവുക. ഈ സ്ഥിതിവിവര കണക്കുകൾ എല്ലാവരും ഒരു ഭാഗം മാത്രം പറഞ്ഞുകൊണ്ട് മറ്റു ഭാഗം മറച്ചു വെച്ചുകൊണ്ട് എന്തോ അനീതി നടക്കണം. ഞാൻ പെട്ടെന്നൊരു കണക്ക് പറഞ്ഞാലല്ലോ, NSSന് 22 കോളേജ്, SNDP യോഗത്തിന് 14 കോളേജ്, MESന് 7 കോളേജ്. അതാണ് സമുദായ സംഘടനകൾ എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം വ്യക്തികളുടെ കോളേജുകളല്ലേ. പിന്നെ സഭകളുണ്ട്. തീർച്ചയായിട്ടും കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം കൊണ്ട് ഇവിടെ വന്നിട്ടുള്ളത് ത്രൂ ക്രൈസ്തവ സഭകളിലൂടെയാണ് വന്നിട്ടുള്ളത്. അവരുടെ കോളേജുകളുടെ എണ്ണം കൂടുതൽ. അതിൽ നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമല്ല. അവരെത്രയോ പ്രവർത്തനം മുമ്പ് തുടങ്ങിയാണ്. അപ്പൊ ഇതിപ്പോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ നേടാനായിട്ടുള്ള ഇദ്ദേഹത്തിന്റെ പുത്രൻ ഒരു ഭാഗത്തും ഇദ്ദേഹം വേറൊരു ഭാഗത്തും ഇങ്ങനെയൊക്കെ ഉള്ള എന്താ അയാൾ കാണിക്കുന്നതെന്ന് പറയില്ല. പിന്നെ രാവിലെ എന്തെങ്കിലും വിടുവായത്തരം പറയാം. ആ വിടുവായത്തരം മീഡിയ അവിടെ പോയിട്ട് കാത്ത് വേണ്ടത്. ഈ കൊരങ്ങനെ കളിപ്പിക്കുന്ന മാതിരിയാണ് മീഡിയ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മുൻപ് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് സർക്കാർ എന്ത് നടപ്പാക്കണമെങ്കിലും അത് മലപ്പുറത്ത് പോയി ചോദിച്ചിട്ട് നടപ്പാക്കണം എന്നുള്ളതാണ്. അത് മാത്രമല്ല സർക്കാരിന് പല കാര്യങ്ങളും തിരുത്തേണ്ടിയും വരും. അതിൽ അദ്ദേഹം പറഞ്ഞ സ്കൂൾ സമയമാറ്റത്തിന്റെ കാര്യം, അവിടെ എതിർപ്പ് കൊണ്ടുവന്നത് മുസ്ലിം സംഘടനകളായിരുന്നുവല്ലോ. ഇത് അന്ന് അദ്ദേഹം അത് ഉദാഹരിച്ചിരുന്നു. സുംബ ഡാൻസിന്റെ കാര്യവുമൊക്കെ അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു. അതായത് മലപ്പുറത്ത് പോയി ചോദിച്ച് സമ്മതം വാങ്ങിയാലേ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ UDFനാണെങ്കിൽ കോൺഗ്രസിനാണെങ്കിൽ ലീഗിനോട് ചോദിച്ചിട്ടേ എന്തെങ്കിലും ഒരു നയം രൂപീകരിക്കാൻ കഴിയുകയുള്ളൂ, അവരുടെ നിലപാടെടുക്കാൻ കഴിയുകയുള്ളൂ. ഇതാണ് വെള്ളാപ്പള്ളി പറയുന്നത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ അദ്ദേഹം അവമാനിക്കണം. കാരണം ഇന്നത്തെ ഇടതുപക്ഷ സർക്കാർ എന്ന് വെച്ചാൽ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ഇടതുപക്ഷ സർക്കാരാണ്. അതായത് നയനാറിന്റെ സർക്കാർ, അല്ലെങ്കിൽ EMSന്റെ സർക്കാർ, VS സർക്കാരൊക്കെ വെച്ചു അതിനോട് തന്നെ കിടപിടിക്കുന്ന തരത്തിലുള്ള ആ സർക്കാരിന്റെ ശക്തനായ മുഖ്യമന്ത്രി കേരളത്തെ മലപ്പുറത്തെ മുസ്ലിങ്ങളോട് ചോദിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിന് മറുപടി കൊടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. വേണച്ച മുഖ്യമന്ത്രിക്ക് ഞാൻ മറുപടി കൊടുക്കാന്ന് വിചാരിച്ചു. മുഖ്യമന്ത്രിക്ക്